ഉപമുഖ്യമന്ത്രിയായി അധികാരമേറ്റിരിക്കുന്നു ഉദയനിധി സ്റ്റാലിൻ. സെന്തിൽ ബാലാജി അടക്കമുള്ളവർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിസഭയിൽ മാറ്റമാണ്. അനൂപ് ദാസ് ആണ് വിവരങ്ങളുമായി ചേർന്നത്. അനൂപ്, ഇങ്ങനെ ഒരു ചർച്ചകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്, അതിലേക്ക്. Deputy Chief Minister of Tamil Nadu, we extend a hearty welcome to the family members of the Honorable Deputy Chief Minister of Tamil Nadu. അനൂപ് ദാസാണ് വിവരങ്ങളുമായി. അനൂപ്, നേരത്തെ തന്നെ ഇത്തരത്തിൽ മാറ്റമുണ്ടാകുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഉചിതമായൊരു സമയം അത് MK സ്റ്റാലിൻ മനസ്സിലാക്കി ആ സമയത്ത് ആ മാറ്റം സംഭവിക്കുകയും ചെയ്തു. തമിഴ് രാഷ്ട്രീയത്തിൽ, ദ്രാവിഡ രാഷ്ട്രീയത്തിൽ എത്രത്തോളം പ്രധാനം ഈ തലമുറ മാറ്റം? വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് DMKയെ സംബന്ധിച്ച് ഇപ്പോൾ എടുത്തിട്ടുള്ളത് എന്ന് വിലയിരുത്താൻ കഴിയും. കാരണം വിജയ് ഒരു ഭാഗത്ത് രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് വരുന്നു, മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളും ഒന്നുകിൽ തകർന്നു പോവുകയോ മറ്റേതെങ്കിലും പാർട്ടിക്ക് വളമാവുകയോ ചെയ്യുന്ന തരത്തിലേക്ക്, പ്രത്യേകിച്ച് അണ്ണാ DMK ഒക്കെ. അപ്പുറത്ത് BJP അണ്ണാമലൈ എന്ന നേതാവ്, അദ്ദേഹം യുവാവാണ്, ഒരു നേരത്തെ ഒരു പോലീസുകാരനായിരുന്നു, IPSകാരനായിരുന്നു എന്നെല്ലാമുള്ള ഒരു പരിഗണനയൊക്കെ ലഭിച്ച് പ്രധാനമായി സജീവമായി പ്രചാരണങ്ങളിൽ പങ്കെടുക്കുന്നു. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ DMKക്ക് ഒരു യുവമുഖം ഉറപ്പായും വേണം, അത് തലമുറ മാറ്റം കൂടി ആവണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിനെ നിശ്ചയിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് DMK. ആ തീരുമാനം നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നു. അതിനൊപ്പം തന്നെ 4 പുതിയ മന്ത്രിമാർ. ആ 4 പുതിയ മന്ത്രിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സെന്തിൽ ബാലാജിയുടെ തിരിച്ചുവരവാണ്. 430ഓളം ദിവസം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങി ദിവസങ്ങൾക്കകം വീണ്ടും മന്ത്രിയായി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നു. വിശ്വസ്തനാണ്, സ്റ്റാലിൻ്റെ വിശ്വസ്തനാണ്. ഒപ്പം തന്നെ കൊങ്ങുനാട് മേഖലയിൽ DMKക്ക് വേരോട്ടമുണ്ടാക്കിയ നേതാവാണ്. ആ പരിഗണന സ്റ്റാലിൻ സെന്തിൽ ബാലാജിക്ക് വീണ്ടും കൊടുക്കുന്നു. സെന്തിൽ ബാലാജിയും അമ്പിൽ മഹേഷ് പൊയ്യാമയും എല്ലാമാണ് ഉദയനിധി സ്റ്റാലിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ. ആ അടുത്ത ആളുകളെ വെച്ച് രണ്ടാം തലമുറയെ വാർത്തെടുക്കാനുള്ള സ്റ്റാലിൻ്റെ ശ്രമം. DMK കുറെ കാലം കൂടി തമിഴ്നാട്ടിൽ അതിശക്തമായ രാഷ്ട്രീയ പാർട്ടിയായി തുടരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ തീരുമാനമെന്ന് പറയാം. നേരത്തെ സ്റ്റാലിൻ മുഖ്യമന്ത്രിയായോ അതിനു മുൻപ് പാർട്ടി അധ്യക്ഷനായും അതിനു മുൻപും പാർട്ടിയുടെ സജീവമായി രംഗത്ത് വരുന്ന ഘട്ടത്തിൽ വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യം സ്റ്റാലിന് സജീവമായ പരിഗണനയൊക്കെ കൊടുക്കുന്ന ഘട്ടത്തിലാണ് വൈക്കോ പാർട്ടി വിട്ട് പുറത്തുപോയി പുതിയ പാർട്ടി മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം ഉണ്ടാക്കുന്നത്, MDMK. അത് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ അഴഗിരി തന്നെ, സ്വന്തം സഹോദരൻ തന്നെ കലാപക്കൊടി ഉയർത്തി പാർട്ടിയിൽ വരുന്ന കാഴ്ച കണ്ടിരുന്നു. പക്ഷേ അന്നൊന്നും കുലുങ്ങാതിരുന്ന കരുണാനിധി സ്റ്റാലിനെ തന്നെ തന്റെ പിൻഗാമിയാക്കി വളർത്തിക്കൊണ്ടുവരുന്ന കാഴ്ചയായിരുന്നു. ചരിത്രത്തിന്റെ തുടർച്ച ഉണ്ടാവുകയാണോ DMKയിൽ എന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ